Okay. Mark your attendance. പഞ്ചാമത്തെ ലെസൺ കമ്പ്യൂട്ടർ പ്രപഞ്ചം. നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചു അല്ലെ മക്കളെ? വായിച്ചിട്ടുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന്? ഓക്കെ. അപ്പൊ നമ്മള് ഏതാണ് പേജ് നമ്പർ 19 ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ? അവിടുന്ന് ഇങ്ങോട്ട് പാരഗ്രാഫ്. നമ്മൾ പ്രോസസ്സിംഗ് ഏതാണ്? ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? സിസ്റ്റം പറഞ്ഞു, പിന്നെ ഇൻപുട്ട് പറഞ്ഞു, ഔട്ട്പുട്ട് പറഞ്ഞു, ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ തലച്ചോറും ചിന്താശക്തിയുമുള്ള കൃത്രിമ മനുഷ്യരാണ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. കമ്പ്യൂട്ടറുകൾക്ക് ഔചിത്യപൂർവം ചിന്തിക്കുവാനുള്ള കഴിവില്ല. വിശേഷ ബുദ്ധിയോടെ അങ്ങനെ പ്രവർത്തിക്കുന്ന തലച്ചോറ് മനുഷ്യൻ്റെത് മാത്രം. എങ്കിൽ പിന്നെ ഇത്രമാത്രം പണം മുടക്കി എന്തിനീ ഭീമന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു? ആ ജോലികളൊക്കെ മനുഷ്യർക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് പലരും ചോദിച്ചേക്കാം. കമ്പ്യൂട്ടറിനെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ അത്ഭുതകരമായ വേഗത തന്നെ. രണ്ടാമതായി, ഏറ്റവും കുറച്ചു മാത്രം തെറ്റുപറ്റാനുള്ള സാധ്യത. മനുഷ്യൻ വിശപ്പും ദാഹവും വികാരങ്ങളും ഒക്കെയുള്ള ഒരു ജീവിയാണല്ലോ. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയില്ലാത്ത സമയത്ത് ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല. എന്നാൽ കമ്പ്യൂട്ടറിനാവട്ടെ ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ? എന്താണ് പറഞ്ഞത്? തലച്ചോറും ചിന്താശക്തിയുമുള്ള കൃത്രിമ മനുഷ്യരാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അല്ലെ? എന്തായാലും കമ്പ്യൂട്ടറുകൾക്ക് ഔചിത്യപൂർവ്വം ചിന്തിക്കുവാനുള്ള കഴിവില്ല. മനുഷ്യനാകുമ്പോ എന്തുണ്ട്? ഔചിത്യപൂർവമേ അവർ ചിന്തിക്കൂ അല്ലെ? ഓക്കെ. പിന്നെന്താ പറയുന്നത്? വിശേഷ ബുദ്ധിയോടെ അങ്ങനെ പ്രവർത്തിക്കുന്ന തലച്ചോറ് മനുഷ്യൻ്റെത് മാത്രമാണ് അല്ലെ? എന്തായാലും കമ്പ്യൂട്ടറുകൾക്ക് വിശേഷ ബുദ്ധി ഉണ്ടാവില്ല. പിന്നെന്താ പറയുന്നത്? എങ്കിൽ പിന്നെ ഇത്രമാത്രം പണം മുടക്കി എന്തിനീ ഭീമന്മാരെ സൃഷ്ടിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അടുത്തത് അല്ലെ? ആ ജോലികളൊക്കെ മനുഷ്യർക്ക് ചെയ്താൽ പോരെ എന്ന് പലരും ചോദിച്ചേക്കാം. കമ്പ്യൂട്ടറിനെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. മനുഷ്യനെ നിന്ന് കമ്പ്യൂട്ടറെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ഒന്ന്, അതിന്റെ വേഗത അല്ലെ? മനുഷ്യന് എന്തായാലും കമ്പ്യൂട്ടറിന്റെ വേഗതയിൽ എത്താൻ പറ്റില്ല. ഒന്ന് അതിന്റെ ഒന്ന് അതിന്റെ അത്ഭുതകരമായ വേഗത തന്നെ. രണ്ടാമതായി എന്താ പറയുന്നത്? ഏറ്റവും കുറച്ചു മാത്രം തെറ്റ് പറ്റാനുള്ള സാധ്യത അല്ലെ? തെറ്റ് അതെന്താ വളരെ കൃത്യതയോട് തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്തായാലും ചിലപ്പോൾ തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കമ്പ്യൂട്ടറുകൾക്ക് കൂടുതലും തെറ്റ് പറ്റില്ല. അതുപോലെ തന്നെ വേഗതയും. ഈ 2 കൃത്യതയാർന്നതും വേഗതയോടും കൂടി തന്നെയാണ് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യുന്നത്. എന്തായാലും മനുഷ്യനിൽ നിന്ന് അത് എന്തായാലും വ്യത്യസ്തനാക്കുന്നുണ്ട് അല്ലെ കമ്പ്യൂട്ടറുകളെ? ഓക്കെ. പിന്നെന്താ പറയുന്നത്? മനുഷ്യൻ വിശപ്പും, രണ്ടാമതായി ഏറ്റവും കുറച്ചു മാത്രം തെറ്റ് പറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. മനുഷ്യൻ വിശപ്പും ദാഹവും വികാരങ്ങളും ഒക്കെയുള്ള ജീവിയാണല്ലോ. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയില്ലാത്ത സമയത്ത് ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല. എന്നാൽ കമ്പ്യൂട്ടറിനാകട്ടെ ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ? അതിന് കമ്പ്യൂട്ടറുകൾക്ക് എന്താ വിശപ്പും ദാഹവും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യന് തെറ്റുപറ്റും അല്ലെ? നമുക്കിപ്പോ എവിടെയെങ്കിലും ഒരു ചിന്തയൊക്കെ പോയാല് വേണമെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. പക്ഷേ കമ്പ്യൂട്ടറുകൾക്ക് തെറ്റ് അധികവും പറ്റില്ല. പിന്നെന്താ? വേഗതയാണ്, കൃത്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് മനുഷ്യരിൽ നിന്ന് കമ്പ്യൂട്ടറുകളെ വ്യത്യസ്തനാക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിന്റെ വീഡിയോ ഓണാക്കിയ എല്ലാവരും ഇരിക്കുന്ന ഓണാക്കാതെ. ഇനി കമ്പ്യൂട്ടറിന്റെ വികാസ പരിണാമത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ഒരു സുപ്രഭാതത്തിൽ മാനത്ത് നിന്ന് പൊട്ടുവീണ ഒരു സാധനമാണോ അത്? അല്ലല്ലോ. ഇനി കമ്പ്യൂട്ടറിന്റെ വികാസ പരിണാമത്തിന്റെ ചരിത്രത്തിലേക്കാണ് പോകുന്നത്. എന്താ പറയുന്നത്? ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ഒരു സാധനമല്ല അല്ലെ? മാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു സാധനം അല്ല കമ്പ്യൂട്ടർ. അത് നമുക്കറിയാം അല്ലെ? അല്ല. കണക്ക് കൂട്ടുകയും ചിത്രം വരയ്ക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഇന്നത്തെ കമ്പ്യൂട്ടർ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ അനേക വർഷത്തെ പരിശ്രമങ്ങളുടെ ഫലമാണ് അല്ലെ? നമ്മൾ കണക്ക് കൂട്ടുകയും പാട്ട് കേൾക്കുകയും എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിന് ഹെൽപ്പോട് കൂടി ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് അതൊക്കെ ചെയ്യുന്ന? ഇത് എന്താണ്? നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ അനേക വർഷത്തെ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന്
കമ്പ്യൂട്ടറുകളെ ഇത്ര ഇതിൽ കിട്ടിയത് അല്ലേ? ഓക്കെ, മനുഷ്യർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്, ശാസ്ത്രജ്ഞന്മാര്. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? അതിന് ഇന്ന് കാണുന്ന രൂപം കൈവരുന്നതിനിടയിൽ എത്രയോ പരിണാമം മാറ്റം. പരിമാണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒറ്റൊരക്ഷരേ മാറുന്നുള്ളൂ. പരിമാണം അളവാണ്, പരിണാമം മാറ്റം. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോ ആ 2 പാരഗ്രാഫാണ് ഫെയ്റ്റ് ഇപ്പൊ നമ്മൾ എടുത്തത്. ഒന്ന്, എന്നാൽ തലച്ചോറും ചിന്താശക്തിയുമുള്ള കൃത്രിമ മനുഷ്യരാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. കമ്പ്യൂട്ടറുകൾക്ക് ഔചിത്യപൂർവം, അതായത് ഔചിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഔചിത്യം, അനൗചിത്യം. എന്താണ് ഔചിത്യം? വേണ്ടത് വേണ്ട സമയത്ത് ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ? ഔചിത്യപൂർവം എന്ന് പറയുന്നത്. ചിന്തിക്കുവാനുള്ള കഴിവില്ല. വിശേഷ ബുദ്ധിയോടെ അങ്ങനെ പ്രവർത്തിക്കുന്ന തലച്ചോറ് മനുഷ്യൻ്റെത് മാത്രമാണ്. എങ്കിൽ പിന്നെ ഇത്രമാത്രം പണം മുടക്കി എന്തിനീ ഭീമന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു? ആ ജോലികളൊക്കെ മനുഷ്യർക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് പലരും ചോദിച്ചേക്കാം. കമ്പ്യൂട്ടറിനെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ അത്ഭുതകരമായ വേഗതയും. 2, തെറ്റുപറ്റാനുള്ള സാധ്യതക്കുറവും അല്ലെ? ഇപ്പൊ കൃത്യതയും വേഗതയും. മനുഷ്യൻ വിശപ്പും ദാഹവും വികാരങ്ങളും ഒക്കെയുള്ള ജീവിയാണല്ലോ. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയില്ലാത്ത സമയത്ത് ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ കമ്പ്യൂട്ടറിനാവട്ടെ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല. ഇനി കമ്പ്യൂട്ടറിന്റെ വികാസ പരിണാമം എന്ന് പറഞ്ഞ മാറ്റാണ് കേട്ടോ. ചരിത്രത്തിലേക്ക് കടക്കാം. ഇപ്പൊ എന്താ പറയുന്നേ? ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അല്ലെ, മാനത്തിൽ നിന്ന് പൊട്ടി വീണ ഒരു സാധനമാണോ അത്? അല്ല. കണക്ക് കൂട്ടുകയും ചിത്രം വരയ്ക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഇന്നത്തെ കമ്പ്യൂട്ടർ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ അനേക വർഷത്തെ പരിശ്രമങ്ങളുടെ ഫലമാണ്. അതിന് ഇന്ന് കാണുന്ന രൂപം കൈവരുന്നതിനിടയിൽ എത്രയോ പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കാം. മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ പ്രാധാന്യം കൈവന്നതോടെയാണ് കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രത്തെ കുറിച്ച് അവർ സ്വപ്നം കാണാൻ തുടങ്ങിയത് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ കണക്കുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടല്ലേ? എന്ത് പറഞ്ഞാലും കണക്ക് കൂട്ടാനുണ്ടാവും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രത്തെ കുറിച്ച് അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. നവോത്ഥാന കാലത്ത്, നവോത്ഥാനം എന്ന് പറഞ്ഞ എന്താണ്? നവോത്ഥാന കാലത്തെ ഉണർവായ ഒരു കാലമുണ്ട് അല്ലെ? നവോത്ഥാനം, ഉണർവ് അല്ലെ? പുതിയ ഉണർവ്. പുതിയ ഉണർവ്. നവോത്ഥാനം, നവം പുതിയത്, ഉത്ഥാനം ഉണർവ്. നവോത്ഥാനം, പുതിയ ഉണർവ്. അപ്പൊ നവോത്ഥാന കാലത്തെ നക്ഷത്ര നിരീക്ഷണങ്ങളും സമുദ്രയാത്രകളും ഇതിന് വഴിയൊരുക്കി. 1642 കമ്പ്യൂട്ടറിന്റെ ആദ്യ പൂർവികൻ പിറന്നു വീണു. ബ്ലെയ്സ് പാസ്കൽ ആരാണ് ഇതിന് വഴിയൊരുക്കിയത്? ബ്ലെയ്സ് പാസ്കൽ അല്ലെ? കണക്ക് കൂട്ടുന്ന ഒരു കമ്പ്യൂട്ടർ യന്ത്രം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച പാസ്കലൈൻ എന്നാ അതിന്റെ പേരുണ്ടായത്? കമ്പ്യൂട്ടറിനല്ല, പാസ്കലൈൻ അല്ലെ എന്ന കണക്ക് കൂട്ടൽ യന്ത്രമാണത്. ഏതാനും പൽചക്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഈ യന്ത്രം വിഷമം പിടിച്ച കണക്കുകൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പാസ്കലിനെ സഹായിച്ചു അല്ലെ? അപ്പൊ ആദ്യത്തെ ഉണ്ടായിരുന്ന ബ്ലെയ്സ് പാസ്കൽ ഉണ്ടാക്കിയ പാസ്കലൈൻ അല്ലെ, കണക്ക് കൂട്ടുന്ന യന്ത്രം. പാസ്കലിന്റെ യന്ത്രത്തെ പരിഷ്കരിക്കുവാനുള്ള ശ്രമമായി പിന്നെ പലരും ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാലും, കച്ചകെട്ടുക മുന്നിട്ടിറങ്ങുക അല്ലെ? കച്ചകെട്ടി ഇറങ്ങിയെങ്കിലും, പ്രഥമം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്, ഒന്നാമത് എന്നാണ്. കച്ചകെട്ടി ഇറങ്ങിയെങ്കിലും വളരെ കാലത്തേക്ക് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ 1801 ജാക്വാഡ് എന്ന ഫ്രഞ്ചുകാരൻ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ് നടത്തി. തന്റെ യന്ത്രത്തറികളിലെ നൂലുകളുടെ എണ്ണം കണക്കാക്കുന്നതിന് അദ്ദേഹം ഒരു യന്ത്രം നിർമ്മിച്ചു. പ്രത്യേക രീതിയിൽ തുളകൾ വീഴ്ത്തിയ കാർഡുകളാണ് ഇതില് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ എന്തെല്ലാക്കെയാ പറയുന്നത്? അപ്പൊ ആദ്യം ബ്ലെയ്സ് പാസ്കലൈൻ എന്ന യന്ത്രം കണ്ടുപിടിച്ചു, കണക്ക് കൂട്ടുന്ന യന്ത്രം. കമ്പ്യൂട്ടർ എന്ന് പേര് വന്നില്ല അന്ന്. പിന്നെന്താ? പാസ്കലിന്റെ യന്ത്രത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചു. പക്ഷെ അതൊന്നും ശരിയായില്ല അല്ലെ? കച്ചകെട്ടുകാരനെ ഇറങ്ങിത്തിരിക്കുക എന്നർത്ഥം.
വളരെ കാലത്തേക്ക് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ 1701 ജാക്വാഡ് എന്ന ഫ്രഞ്ചുകാരൻ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ് നടത്തി. തന്റെ യന്ത്രത്തറികളിലെ നൂലുകളുടെ എണ്ണം കണക്കാക്കുന്നതിന് അദ്ദേഹം ഒരു യന്ത്രം നിർമ്മിച്ചു. പ്രത്യേക രീതിയിൽ തുളകൾ വീഴ്ത്തിയ കാർഡുകളാണ് ഇതില് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്, പിന്നീട് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1833 ഇംഗ്ലീഷുകാരനായ ചാൾസ് ബബ്ബാഷ് ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തിറക്കി. ചാൾസ് ബബ്ബാഷ് എന്നാണ് പേര് അല്ലെ, പുറത്തിറക്കി. പക്ഷെ അദ്ദേഹം തന്നെ യന്ത്രത്തെ കമ്പ്യൂട്ടർ എന്നല്ല വിളിച്ചിരുന്നു മാത്രം. എന്താണ്? അനലിറ്റിക്കൽ എഞ്ചിൻ. അനലിറ്റിക്കൽ എഞ്ചിൻ എന്നായിരുന്നു അതിന്റെ പേര്. കാർഡുകളിൽ തുളകൾ വീഴ്ത്തി എണ്ണം കണക്കാക്കുന്ന സമ്പ്രദായം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ 1944 രംഗത്ത് വന്നു. അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഓരോ സ്ഥലവും ഓർമ്മിച്ചു നോക്കണേ. വലിയ വലിയ സംഖ്യകൾ ഞൊടിയിട കൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ഈ കമ്പ്യൂട്ടറിന് കഴിഞ്ഞിരുന്നു. ക്രമേണ കൂടുതൽ സങ്കീർണം എന്താ സങ്കീർണാർത്ഥം? കൂടിക്കലർന്നത്. സങ്കീർണമായ കൂടുതൽ കാര്യക്ഷമതയുള്ള കമ്പ്യൂട്ടറുകളും നിർമ്മിക്കപ്പെട്ടു. 1981 മാത്രമാണ് ഇന്നും നാം വ്യാപകമായി ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ PC അല്ലെ, പേഴ്സണൽ കമ്പ്യൂട്ടർ 1981 നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് കമ്പ്യൂട്ടറിനല്ലാതെയുള്ള ജീവിതം കമ്പ്യൂട്ടർ ഇല്ലാതെയുള്ള ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാതായിട്ടുണ്ട് അല്ലെ. കമ്പ്യൂട്ടർ ഇല്ലാതെ എല്ലാവർക്കും കമ്പ്യൂട്ടർ വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലായി. പണ്ടൊക്കെ വായുവും വെള്ളവും താമസിക്കാനുള്ള ഇടമൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ അതെല്ലാം മാറി പുതിയ ഓരോ ഉപകരണങ്ങൾ വന്നു അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ അതില് ഏറ്റവും പ്രധാനമായ സ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടറുകൾ ഇല്ലാത്ത ഒരു കാലത്തെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല അല്ലേ. നിത്യ ഉപയോഗത്തിൽ എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ അത്രക്ക് പ്രാധാന്യം ഏറി വന്നു കമ്പ്യൂട്ടറിന്. അതാണ് പറഞ്ഞത് 1981 മാത്രമാണ് ഇന്ന് നാം വ്യാപകമായി ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PC നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെയുള്ള ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാതായിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് ഏതെല്ലാം കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ പ്രാഥമികമായ ഉപയോഗം, എന്താണ്? ഒന്നാമത്തേത് ആരോടാണ് ഫെയ്ത്തെ സംസാരിക്കുന്നേ? ഇപ്പൊ പ്രാഥമികം ഒന്നാമത്തെ ആരുമില്ലേ? ഓക്കെ. അപ്പൊ ഏതെല്ലാം കാര്യത്തിലാണ് നമ്മളെ സഹായിക്കാൻ പറ്റും നോക്കാം നമുക്കല്ലേ. കമ്പ്യൂട്ടറിന്റെ പ്രാഥമികമായ ഉപയോഗം കണക്ക് കൂട്ടാൻ തന്നെ അല്ലെ. ഒന്നാമത് നമ്മൾ കണക്ക് കൂട്ടാൻ ഉപയോഗിക്കും. പിന്നെന്താണ്? ബാങ്കുകൾ, ട്രെയിൻ, വിമാന ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകൾ, പിന്നെയോ തുടങ്ങിയ അനേക സമയം ഇന്ന് ഒട്ടുമിക്കാലും എല്ലാ ഓഫീസുകളിലും കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ. കമ്പ്യൂട്ടറിന്റെ ഈ കഴിവ് ഒരനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇതുകൂടാതെ മറ്റനേകം രംഗങ്ങളിൽ കമ്പ്യൂട്ടർ വിശിഷ്ടമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. വെറുതെ കണക്ക് കൂട്ടുക മാത്രമല്ല ഇന്നത്തെ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുക, പാട്ട് കേൾപ്പിക്കുക, സിനിമ കാണിക്കുക തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്ന മൾട്ടിമീഡിയ കമ്പ്യൂട്ടറുകളാണ് ഇന്നുള്ളത്. ഓക്കെ, കമ്പ്യൂട്ടറുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എന്നെ പഠിപ്പിക്കുമല്ലേ വേണമെങ്കിൽ. അത്രയും അല്ലേ ഫെയ്റ്റേ? കമ്പ്യൂട്ടറുകളെ പറ്റി ഇന്ന് കുട്ടികൾക്ക് പോലും നന്നായിട്ട് നോളജ് ഉണ്ട് അല്ലേ. പിന്നെന്താ പറയുന്നത്? വിവിധ ശരീരഭാഗങ്ങളുടെ എക്സ്റേ ചിത്രങ്ങളിൽ നിന്ന് വിശദമായ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും. അവയവത്തിന്റെ ഏതു കോണിൽ നിന്നുള്ള ചിത്രമാണോ ഡോക്ടർക്ക് വേണ്ടത് അതും കമ്പ്യൂട്ടർ നൽകും. ഇത് എത്രമാത്രം വലിയൊരു കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ. അവിടെ നല്ല പോലെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. എന്തൊക്കെ? വിവിധ ശരീരഭാഗങ്ങളുടെ എക്സ്റേ ചിത്രങ്ങളിൽ നിന്ന് വിശദമായ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും. അവയവത്തിന്റെ ഏത് കോണിൽ നിന്നുള്ള ചിത്രമാണോ ഡോക്ടർക്ക് വേണ്ടത് അതും കമ്പ്യൂട്ടർ നൽകും. ഇത് എത്രമാത്രം വലിയ ഒരു കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വിവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്താൻ കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. കൊടുങ്കാറ്റ്, പേമാരി, ഭൂകമ്പം എന്നിവയെ നേരിടാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ഇത് സഹായകമാണ് അല്ലേ. മുൻകൂട്ടി അറിഞ്ഞ് അതിന് വേണ്ടുന്ന കരുതലുകൾ എടുക്കാനും
ഇന്ന് ഇതിന് സഹായിക്കും കമ്പ്യൂട്ടറുകൾ. തീർന്നില്ല കമ്പ്യൂട്ടറിന്റെ വിശേഷങ്ങൾ. ബഹിരാകാശ ഗവേഷണം, അച്ചടി വ്യവസായം, കടൽ വ്യോമ ഗതാഗതം, വിദ്യുത് ശക്തി ഉൽപാദനം തുടങ്ങിയ എത്രയെത്ര രംഗങ്ങളിൽ കമ്പ്യൂട്ടർ സേവനം അനുഷ്ഠിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾ സമുദ്രാന്തര കേബിളുകൾ വഴിയും വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വഴിയും കോർത്തിണക്കിയിട്ടുള്ള ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ്. വാർത്താവിനിമയ രംഗത്ത് ഇന്റർനെറ്റും അതുവഴിയുള്ള കത്തയപ്പ് സമ്പ്രദായമായ ഇമെയിലും ഇന്ന് വളരെ പ്രാധാന്യം നേടിയിരിക്കുന്നു. അല്ലെ? എന്താണ് കമ്പ്യൂട്ടറിന്റെ വിശേഷങ്ങൾ? എന്താ പറഞ്ഞേ? ബഹിരാകാശ ഗവേഷണം, അച്ചടി വ്യവസായം, കടൽ വ്യോമ ഗതാഗതം, വിദ്യുത് ശക്തി ഉൽപാദനം. വിദ്യുത് ശക്തി ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യുത് ശക്തി പറഞ്ഞാൽ എന്താ അറിയില്ലേ? അറിയുന്ന വെച്ച് ഞാൻ ഇതൊന്നും പറഞ്ഞു തരാത്ത. കറണ്ട് അല്ലേ? ഇലക്ട്രിസിറ്റി ഉൽപാദനം. ഇതിനൊക്കെ ഇംഗ്ലീഷിൽ വാക്ക് വേർഡ് പറഞ്ഞാലേ അറിയില്ലൂ അല്ലേ? അപ്പോ ഇതിനൊക്കെ എന്താണ് കമ്പ്യൂട്ടർ വളരെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയാണ് കമ്പ്യൂട്ടറിന്റെ പാഠഭാഗം. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയാണ് ഒരുപാട്, ഈ പാഠത്തിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ. അപ്പൊ ഈ പാഠത്തില് നമ്മൾ അന്ന് അത്ര വരെ വായിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചേ ഭാഗം. കുറേയോട്ടം വായിക്കണം കേട്ടോ, കുറെ ടഫ് വേർഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കഴ്സീവ് ബുക്കിൽ ഇതിൽ നിന്ന് ടഫ് വേർഡെല്ലാം എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 3 വേർഡ് ഒരു ദിവസം ഒരു പേജിൽ. മറന്നു പോയിട്ടുണ്ടോ? എഴുതുന്നുണ്ടോ ആരെങ്കിലും? ബാക്കി എല്ലാ ക്ലാസ്സിലും എഴുതിയിട്ട് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. എഴുതുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ. വായിച്ചേ ഫെയ്ത്തെ ഒന്ന്. എന്നാൽ തലച്ചോറിന് മുതൽ. എവിടെ മുതലാ മിസ്സേ? ഇന്ന് നമ്മൾ എടുത്തേതാ? അന്ന് നമ്മൾ എടുത്തത് തലച്ചോറും 19ാമത്തെ പേജ്. ഞാൻ യൂട്യൂബ് ക്ലാസ് മിസ് ചെയ്യണ്ടേ? 19ാമത്തെ പേജില് എന്നാൽ തലച്ചോറും ചിന്താശക്തിയുമുള്ള കൃത്രിമ മനുഷ്യരാണ് കമ്പ്യൂട്ടറുകളെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. കമ്പ്യൂട്ടറുകൾക്ക് ഔചിത്യപൂർവം ചിന്തിക്കാനുള്ള കഴിവില്ല. വിശേഷ ബുദ്ധിയോടെ അങ്ങനെ പ്രവർത്തിക്കുന്ന തലച്ചോറിന് മനുഷ്യൻ്റെതു മാത്രം. എങ്കിൽ പിന്നെ ഇത്ര മാത്രം പണം മുടക്കി എന്തിനീ ഭീമാമാരെ സൃഷ്ടിച്ചിരിക്കുന്നു? ആ ജോലികളൊക്കെ മനുഷ്യർക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് പലരും ചോദിക്കാം. കമ്പ്യൂട്ടറിനെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രധാനമായും 2 കാര്യമാണ്. ഒന്ന്, അതിന്റെ അത്ഭുതകരമായ വേഗത തന്നെ. രണ്ടാമത്തതായി ഏറ്റവും കുറച്ച് മാത്രം തെറ്റ് പറ്റാനുള്ളൂ സാധ്യത. മനുഷ്യൻ വിശപ്പും ദാഹവും വികാരങ്ങളും ഒക്കെയുള്ള ഒരു ജീവിയാണല്ലോ. മനസ്സിനോ ശരീരത്തിനും സ്വസ്ഥത ഇല്ലാത്ത സമയത്ത് ജോലികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ലല്ലോ. എന്നാൽ കമ്പ്യൂട്ടറിനാവട്ടെ ഈ ബുദ്ധി മുട്ടുകൾ ഒന്നുമില്ല. ഇനിയും കമ്പ്യൂട്ടർ വികസ പരിണാമത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ഒരു സുപ്രഭാതത്തിൽ മാനത്തു നിന്ന് പൊട്ടി വീണ ഒരു സാധനമാണോ അത്? അല്ല. കണക്ക് കൂട്ടുകയും ചിത്രം വരയ്ക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഇന്നത്തെ കമ്പ്യൂട്ടർ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ അനേക വർഷത്തെ പരിശ്രമങ്ങളുടെ ഫലമാണ്. അതിന് ഇന്ന് കാണുന്ന രൂപ കൈവരുന്നതിനിടയിൽ ഇത്രയോ പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ
പ്രാധാന്യം കൈവന്നതോടെയാണ് കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രത്തെ കുറിച്ച് അവൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. സ്ഥാനകാലത്ത് നക്ഷത്ര നിരീക്ഷണങ്ങൾ സമുദ്ര യാത്രകളും അതിന് വഴിയൊരുക്കി 1692 കമ്പ്യൂട്ടറിന്റെ ആദ്യ 1642 ഒറ്റയടിക്ക് 50 വർഷം. എന്റെ 42 നിങ്ങളിലോ? ഞാൻ 42 വായിച്ചത്. 92 വായിച്ചത്. 1642 കമ്പ്യൂട്ടറിന്റെ ആദ്യ പൂർവികൻ വീണു. ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച പാസ്കലൈൻ എന്ന കണക്കുകൂട്ടൽ യന്ത്രമാണത്. എന്തിനും പൽചക്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഈ യന്ത്രം വിഷമം പിടിച്ച് കണക്കുകൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പാസ്കലിനെ സഹായിച്ചു. പാസ്കലിന്റെ യന്ത്രത്തെ പരിഷ്കരിക്കാനുള്ള ശാസ്ത്രമായി പലരും ഇതിനു വേണ്ടി കെട്ടിയിറങ്ങിയെങ്കിലും വളരെ കാലത്തേക്ക് കാര്യമായി പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഒടുവിൽ 1801 ജാക്വാർട്ട് എന്ന ഫ്രഞ്ചുകാരൻ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പ് നടത്തി. തന്റെ യന്ത്രങ്ങളിലെ നൂലുകളുടെ എണ്ണം കണക്കാക്കുന്നതിന് അദ്ദേഹം ഒരു യന്ത്രം നിർമ്മിച്ചു. പ്രത്യേക രീതിയിൽ തുളകൾ വീഴ്ത്തിയ കാർഡുകളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1833 ഇംഗ്ലീഷുകാരനായ ചാൾസ് ബാബേജ് ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തിറക്കി. പക്ഷെ അദ്ദേഹം തന്റെ യന്ത്രത്തെ കമ്പ്യൂട്ടർ നല്ല വിളിച്ചതെന്ന് മാത്രം. അനലറ്റിക്കൽ എഞ്ചിൻ എന്നായിരുന്നു അതിന്റെ പേര്. കാർഡുകളിൽ തുളകൾ വീഴ്ത്തി എണ്ണം കണക്കാക്കുന്ന സമ്പ്രദായം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ 1944 രംഗത്ത് വന്നു. അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. വലിയ സംഖ്യകൾ ഞൊടിയിട കൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ഈ കമ്പ്യൂട്ടറിന് കഴിഞ്ഞിരുന്നു. ക്രമേണ കൂടുതൽ സംഖ്യകളുമായി കൂടുതൽ കാര്യക്ഷമതയുള്ള കമ്പ്യൂട്ടറുകളും നിർമ്മിക്കപ്പെട്ടു. 1981 മാത്രമാണ് ഇന്നും നാം വ്യാപകമായി ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് കമ്പ്യൂട്ടറില്ലാതെയുള്ള ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമായതായിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് അടുത്ത നെക്സ്റ്റ് വേറൊരാൾ വായിച്ചു. ഇജാസിന്റെ പുസ്തകം ഇല്ലേ? ഇജാസെ വായിച്ചോ?
കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിന് ഏതെല്ലാം കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ പ്രാഥമികമായ ഉപയോഗം കണക്ക് കൂട്ടാൻ തന്നെ. ബാങ്കുകൾ, ട്രെയിൻ, വിമാന ടിക്കറ്റ്സ് റിസർവേഷൻ കൗണ്ടറുകൾ തുടങ്ങിയ അനേക സ്ഥാപനങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ഈ കഴിവ് ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇത് കൂടാതെ മറ്റനേകം രംഗങ്ങളിൽ കമ്പ്യൂട്ടർ വിശിഷ്ടമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. വെറുതെ കണക്ക് കൂട്ടുക മാത്രമല്ല ഇന്നത്തെ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുക, പാട്ട് കേൾപ്പിക്കുക, സിനിമ കാണിക്കുക തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന മൾട്ടിമീഡിയ കമ്പ്യൂട്ടറുകളാണ് ഇന്നുള്ളത്. വിവിധ ശരീരഭാഗങ്ങളുടെ എക്സ്റേ ചിത്രങ്ങളിൽ നിന്ന് വിശദമായ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും. അവയവത്തിലെ ഏത് കോണിൽ നിന്നുള്ള ചിത്രമാണോ ഡോക്ടർക്ക് വേണ്ടത് അതും കമ്പ്യൂട്ടർ നൽകും. ഇത് എത്രമാത്രം വലിയൊരു കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വിവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്താൻ കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. കൊടുങ്കാറ്റ്, പേമാരി, ഭൂകമ്പം എന്നിവയെ നേരിടാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഇത് സഹായകമാണ്. തീർന്നില്ല കമ്പ്യൂട്ടറിന്റെ വിശേഷങ്ങൾ. ബഹിരാകാശ ഗവേഷണം, അച്ചടി വ്യവസായം, കടൽ വ്യോമ ഗതാഗതം, വിദ്യുച്ഛക്തി ഉത്പാദനം തുടങ്ങി എത്ര രംഗങ്ങളിൽ കമ്പ്യൂട്ടർ സേവനമനുഷ്ഠിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾ സമുദ്രാന്തര കേബിളുകൾ വഴിയും വിനിമയ ഉപഗ്രഹങ്ങൾ വഴിയും ഉപഗ്രഹങ്ങൾ വഴിയും കോർത്തിണക്കിയിട്ടുള്ള ഓരോ ശൃംഖലയാണ് ഇന്റർനെറ്റ്. വാർത്താവിനിമയ രംഗത്ത് ഇന്റർനെറ്റും അതുവഴിയുള്ള സമ്പ്രദായമായ ഇമെയിൽ ഇന്ന് വളരെ പ്രാധാന്യം നേടിയിരിക്കുന്നു. മിസ് ലാസ്റ്റ് പാരഗ്രാഫില് അച്ചടി വ്യവസായം എന്നുള്ളത് ഒരു വേർഡാണോ? അച്ചടി വ്യവസായം എന്നുള്ളത് ഒരു വേർഡാണോ? അച്ചടി വ്യവസായം അല്ലെ? വ്യവസായങ്ങൾക്ക് കോമയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് വായിക്കണേ നല്ല പോലെ. ഇപ്പൊ ഇവിടുന്ന് വായിപ്പിക്കാതിരുന്നാൽ നിങ്ങൾ വായിക്കില്ലേ? അപ്പൊ പിന്നെ വായിക്കാൻ കിട്ടൂല കേട്ടോ. ആൻമരിയും ദിയനെയും വായിപ്പിച്ചിട്ടില്ല. ഇപ്പൊ അടുത്ത അർത്ഥം എഴുതുകയാണ് അല്ലെ? എന്താണ്? സങ്കീർണം, കൂടിക്കലർന്നത്. സങ്കീർണം, കൂടിക്കലർന്നത്. നിങ്ങൾ ആ മറ്റേ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയില്ലേ മക്കളെ? കംപ്ലീറ്റ് അല്ലേ ഇതുവരെയുള്ളത്? എക്സാമിന് നിങ്ങൾക്ക് അടുത്ത, അതായത് ഒക്ടോബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും കേട്ടോ. സെമസ്റ്റർ ഫസ്റ്റ് എക്സാം. അത് റിട്ടൺ എക്സാം ആണേ, എഴുതേണ്ടതാണേ, പഴയതുപോലെയല്ല. അപ്പൊ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണേ. പാഠഭാഗം എല്ലാം ഉണ്ടല്ലോ കയ്യില്. ക്വസ്റ്റ്യൻ ആൻസറോ ഏതെങ്കിലും എഴുതാതുണ്ടോ? ആ പാഠത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലല്ലോ. അതിലില്ല അല്ലെ? ആ പാട്ടല്ലേ? ഏതാണ് നമ്മുടെ അരി ഇല്ലാത്ത, അരി ഇല്ലാഞ്ഞിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. സങ്കീർണം. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? ഇന്നെന്ത് ചെയ്യണം? ഇന്നത്തെ പാഠത്തിന്റെ അർത്ഥം എഴുതണം നോട്ടിലേക്ക്. ഓക്കെ, സങ്കീർണം, കൂടിക്കലർന്നത്. അപ്പൊ അർത്ഥം ഇപ്പൊ ഇവിടെ ഇല്ലതെല്ലാം ഉണ്ടല്ലോ. എന്താണ് മോനെ? സങ്കീർണം എന്നതിന് ദുഷ്കലം എന്നുള്ള മീനിങ് ഇല്ലേ? ദുഷ്കലം എന്നുള്ള മീനിങ് ഉണ്ടോ? ദുഷ്കരം.
സങ്കീർണ സങ്കീർണമായ എന്ന് പറഞ്ഞാൽ ഉണ്ട്. അതായത് ലളിതം സങ്കീർണം നമ്മൾ ഓപ്പോസിറ്റ് വേർഡ് പറയില്ലേ. ലളിതം എന്ന് പറഞ്ഞാൽ എന്താ, എളുപ്പമുള്ളത്. സങ്കീർണം എന്ന് പറഞ്ഞാൽ വിഷമകരന്നുണ്ട്. അപ്പൊ ഇവിടെ കൂടിക്കലർന്നത് അർത്ഥമാണ്. അതായത് ഒന്നിച്ചുള്ളത് അർത്ഥം, കൂടിക്കലർന്നത്. അപ്പൊ സങ്കീർണത്തിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ദുഷ്കരം ക്രമേണ കൂടുതൽ സങ്കീർണമായ എന്ന് പറയുമ്പോ അതിലും വരുന്നുണ്ട്. ഏത് സങ്കീർണം എന്ന് പറഞ്ഞാല് ഒരുപാട് അല്ലെ, കുറച്ച് വിഷമത്തിലുള്ളത് തന്നെ അർത്ഥം. കൂടിക്കലർന്നത് ഒരുപാട്, ഒരേ മീനിങ് തന്നെയാണ് അതിന് വരുന്നത്. കൂടിക്കലർന്നത് പറഞ്ഞാലും എന്താ, ഒന്നല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തില്. അതായത് ദുഷ്കരമായത് ഒരുപാട് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. സങ്കീർണം എന്ന് പറഞ്ഞാൽ ലളിതം പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് വേർഡാണ്. അതായത് കൂടിക്കലർന്നത് അല്ലെങ്കിൽ ദുഷ്കരമായത് ഒരേ അർത്ഥം തന്നെ വരുന്നത് കേട്ടോ. ഇനി വിശകലനം, വേർതിരിക്കൽ. വിശകലനം, വേർതിരിക്കൽ. പരിണാമം, മാറ്റം. പരിമാണം, അളവ് എന്നാണ് അർത്ഥം കേട്ടോ. പരിണാമവും പരിമാണവും അർത്ഥ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇല്ല, അല്ല ഞാനത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ നിങ്ങളോട്. നവോത്ഥാനം, പുതിയ ഉണർവ്. നവോത്ഥാന കാലം നിങ്ങൾ ഹിസ്റ്ററിയിലെല്ലാം പഠിക്കില്ലേ, പുതിയ ഉണർവ്. പ്രാഥമികം ഒന്നാമത്തത്. പേമാരി, ശക്തിയായ മഴ, പേമാരി അല്ലെ. അരങ്ങ്, വേദി. ശ്രദ്ധേയം, ശ്രദ്ധിക്കത്തക്കത്. പൂരകം, പൂരിപ്പിക്കുന്നത്, പൂരകം. അതിൽ തന്നെ ഉണ്ട് മീനിങ്. ഇപ്പൊ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് പകർത്തി എഴുതണം. പിന്നെ വിപരീത പദവും ഉണ്ട് അതിൽ തന്നെ. കൃത്രിമം, സ്വാഭാവികം, സ്വസ്ഥം, അസ്വസ്ഥം, പാശ്ചാത്യം, പൗരസ്ത്യം. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? പാശ്ചാത്യ ദേശം എന്നെല്ലാം കേട്ടിട്ടില്ലേ നിങ്ങള്? പാശ്ചാത്യം ആർക്കറിയാം? അറിയില്ല അർത്ഥം? പാശ്ചാത്യ ദേശം എന്നെല്ലാം പറഞ്ഞാൽ പടിഞ്ഞാറ് ദേശത്ത് നിന്ന് അർത്ഥം. പൗരസ്ത്യം, കിഴക്ക് വശം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാശ്ചാത്യവും പൗരസ്ത്യം. ആധുനികം എന്താർത്ഥം? ഈ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഞാൻ അർത്ഥമൊന്നും പറയുന്നില്ല. ആധുനികം, പുതിയത്. ആധുനികം, പുതിയത്. പ്രാചീനം, പഴയത്. ആധുനികം, പ്രാചീനം. പാശ്ചാത്യം, പൗരസ്ത്യം. സ്വസ്ഥം, സ്വസ്ഥം എന്ന് പറഞ്ഞാൽ ഇല്ലേ, സ്വസ്ഥതയുണ്ട്, സ്വസ്ഥം. ആ സ്വസ്ഥമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാവുന്നുണ്ട്. സ്വസ്ഥം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ. നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇനി അസ്വസ്ഥ എന്ന് പറഞ്ഞാലോ, ഭയങ്കര അസ്വസ്ഥത, എന്നാന്നൊരു സുഖമില്ല അല്ലെ എന്ന് പറയാറുണ്ട് നമ്മള്. അതന്നെ. കൃത്രിമം, കൃത്രിമമായി ഉണ്ടാക്കുന്നത് അല്ലെ. അതായത് സ്വാഭാവികമായിട്ടല്ല, കൃത്രിമമായി ഉണ്ട്. അതാണ് കൃത്രിമം. ഓപ്പോസിറ്റ് വേർഡ് സ്വാഭാവികം. ഇനി പര്യായം, മാനം അറിയുന്നതാണ്. പഴയ നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്നത്, 1ാം ക്ലാസ് മുതൽ. മാനം, ആകാശം, വാനം, ഗാനം, ഗഗനം, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അമ്പരം എന്നും പറയുന്നുണ്ട്. അമ്പരം വസ്ത്രം എന്നും അർത്ഥമുണ്ട്, ആകാശം എന്നുണ്ട്. ഇനി അരങ്ങ്, വേദി, രംഗം. നടന്മാരുടെ അരങ്ങില് കീഴടക്കി എന്നെല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? രംഗം, വേദി അല്ലെ, വേദിക ഒക്കെ പറയാറുണ്ട്. ഇനി 4th എന്താണ് ആക്ടിവിറ്റി? അർത്ഥ വ്യത്യാസം മനസ്സിലാക്കാമോ? ഇവിടെ ഉണ്ട് പരിണാമം, മാറ്റം, പരിമാണം, അളവ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വാക്യത്തെ പ്രയോഗിക്കുക. അടുത്തത് അരങ്ങൊരുങ്ങുക. എങ്ങനെയാ വാക്യത്തെ പ്രയോഗിക്കുക? അരങ്ങൊരുങ്ങുക. നാടകത്തിന് വേണ്ടി അരങ്ങൊരുങ്ങിയിട്ടുണ്ട് അല്ലെ. അരങ്ങ് പറഞ്ഞാൽ എന്താണ്? വേദിയല്ലേ അരങ്ങ്. ഓക്കെ, അതാണ് അരങ്ങ്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് വാക്യത്തെ പ്രയോഗിക്കാം. കച്ച കെട്ടി ഇറങ്ങുക പറഞ്ഞാൽ എന്താണ്? എന്തിനും വേണ്ടി തയ്യാറാക്കി നമ്മ പുറപ്പെടുന്നതിനാണ് കച്ച കെട്ടി ഇറങ്ങുക പറയാ. ഈ പാഠത്തിൽ തന്നെ ഉണ്ട് എഴുതാൻ. നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇനി പരസ്പര പൂരകം. പൂരകം പൂരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരസ്പരം, അന്യോന്യം അല്ലെ. പരസ്പരം അറിയില്ലേ, അന്യോന്യം എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് അത് പറ്റൂല്ലെങ്കിൽ ഞാൻ എഴുതരാം കേട്ടോ. ഇനി മാതൃക നോക്കി പൂരിപ്പിക്കുക. മന്ത്ര. അപ്പൊ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണേ. ഏത് വാക്യത്തെ പ്രയോഗം പിന്നെ എഴുതിയാലും മതി. അപ്പൊ ഇപ്പം മിസ് പറയുന്നത് ഇന്ന് തന്നെ നോട്ടിലേക്ക് പകർത്തി എഴുതണം.
മന്ത്ര പ്ലസ് കുടുക്ക എന്ത് മന്ത്ര കുടുക്ക. അവിടെ ദ്വിത്വസന്ധ്യ വരുന്നത്, കാ ഇരട്ടിക്കുന്നുണ്ട്. നെക്സ്റ്റ് തല പ്ലസ് ചോറ് തലച്ചോറ് അല്ലെ. തലയിൽ നല്ല ചോറ് തന്നെ ഉണ്ടില്ല അമ്മ, ചെളിയാണോ ആവോ നമുക്ക്. യന്ത്ര പ്ലസ് തറി എന്താണ്, താ ഇരട്ടിക്കും, യന്ത്ര തറി. ഓക്കെ. നെക്സ്റ്റ് നവ പ്ലസ് യന്ത്രത്തറികൾ, യന്ത്രങ്ങളില്ലേ ആ അതിനെ പറയുന്ന യന്ത്രത്തറികള്. യന്ത്ര പ്ലസ് തറി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ആ വാക്കുകൾ നമ്മളെ ഈ പാഠത്തില്, യന്ത്രത്തറികളിൽ നിന്ന് അല്ലെ. യന്ത്രത്തറികളിൽ കണക്കൂട്ടാൻ വേണ്ടി എന്നെല്ലാം പറഞ്ഞ് ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതില് ഈ പാഠത്തിലുണ്ട്. ഇനി നവ പ്ലസ് ഉദ്ധാനം നവോത്ഥാനം അല്ലെ. നവ പ്ലസ് ഉദ്ധാനാണ് നവോത്ഥാനം. നവം പുതിയത്, ഉദ്ധാനം ഉണർവ്, അതാണ് അർത്ഥം. അപ്പൊ നവോത്ഥാനം. ഇനി മഹാ ഉത്സവം എന്താ വരുക, മഹോത്സവം. വെരി ഗുഡ്, മഹോത്സവം. മഹാ പ്ലസ് ഉത്സവം മഹോത്സവം. ശാസ്ത്രത്തിന്റെ ഭാഷ ശാസ്ത്രഭാഷ. ചിന്തയുടെ ശക്തിയോ ചിന്താശക്തി. ചിന്താശക്തി. ആച്ചിനുടനെ ചിന്തശക്തി അല്ല, ചിന്താശക്തി. ഇനി പൂർണ്ണമായ വിവരം, പൂർണ്ണ വിവരം. ആധുനികമായ രീതിയോ ആധുനിക രീതി. ആധുനിക രീതി. അത്രയാണ് നിങ്ങൾ ഇന്ന് നോട്ടിലേക്ക് എഴുതേണ്ട കാര്യം കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു, 1 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ കട്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ദിവസം നമുക്ക് പറയാം അല്ലെ, കണ്ടുപിടിച്ചിട്ട് വരണേ. അപ്പൊ അത്രയും നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണേ, ഇന്ന് തന്നെ എഴുതണം. നമുക്ക് അടുത്ത മാസം തന്നെ എക്സാം ആയി, അപ്പൊ നിങ്ങൾ വേഗം പഠിക്കാൻ തുടങ്ങിക്കോളാം. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞ ടോട്ടൽ എത്ര പാടുണ്ട്, 18. അപ്പൊ ഹാഫ് ആവേണ്ടതാണ് ഈ ഒരു എക്സാമിലേക്ക്. സെമസ്റ്റർ ഫസ്റ്റ് എക്സാം കുറച്ച് ഗ്രാമർ പഠിക്കാനുണ്ട്, ഗ്രാമർ എടുക്കണമെന്നാണ് അടുത്ത ദിവസം. നമ്മൾ ഗ്രാമർ ഇന്ന് തുടങ്ങിയതേ ഇല്ലല്ലോ, വ്യാകരണം ബാക്കിലുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ, സീ യു.